നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ ICDS സൂപ്പർവൈസർ പരീക്ഷ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്കുള്ള സിലബസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ICDS പരീക്ഷ ഓഗസ്റ്റിൽ നടക്കാനിരിക്കുന്ന പരീക്ഷയാണ്. ഇത് ധീവര, NCA, SCCC, അതുപോലെ ST ഓൺലി, അങ്ങനെ പല കാറ്റഗറി നമ്പറിൽ, അതായത് 639, 827, 901 എന്നീ കാറ്റഗറി നമ്പറിലായിട്ടാണ് വിളിച്ചത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ സിലബസ് എന്ന് നോക്കാം. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നു ഈ ഒരു ചാനലിൽ. അപ്പോൾ ഇങ്ങനൊരു മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക്, സിലബസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഈ ICDS സൂപ്പർവൈസർ എക്സാമിൻ്റെ ഓരോ ടോപ്പിക്കിനും എത്രയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പൊതുവിജ്ഞാനം, ആനുകാലിക വിഷയങ്ങൾ 10 മാർക്കാണ് ഉള്ളത്. പിന്നെ പ്രീ പ്രൈമറി അധ്യാപനം 40 മാർക്ക്, പഞ്ചായത്ത് രാജ്, പൊതുജനാരോഗ്യം, ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികൾ 20 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ എത്ര മാർക്ക് വരുന്നുണ്ട്? 70 മാർക്ക് വരുന്നുണ്ട്. ബാക്കി വരുന്ന 30 മാർക്ക് ഏതിലാണ്? പൊതുവിജ്ഞാനത്തിലാണ് വരുന്നത്. അതിൽ ചരിത്രത്തിന് 4 മാർക്ക്, ഭൂമിശാസ്ത്രം 4 മാർക്ക്, ധനതത്വശാസ്ത്രം 4, ഇന്ത്യൻ ഭരണഘടന 4, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും 3, കലാകായികം, സാഹിത്യം, സംസ്കാരം 4 വരുന്നത്. കമ്പ്യൂട്ടർ, അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമങ്ങൾ 4 മാർക്ക്. അപ്പോൾ ഇത്രയാണ് പൊതുവിജ്ഞാനത്തിൽ നമ്മൾ സാധാരണ എല്ലാ പരീക്ഷകൾക്കും വരുന്ന കുറേ കോമൺ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയാണ് നമുക്ക് 30 മാർക്കിന് വരുന്നത്. ഇനി 10 മാർക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. പ്രീ പ്രൈമറി അധ്യാപനം അത് വളരെ കാര്യമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്, 40 മാർക്കിനുണ്ട്. പിന്നെ പഞ്ചായത്ത് രാജ്, പൊതുജനാരോഗ്യം, ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികൾ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും ഈ ഒരു പോർഷൻ 20 മാർക്കുള്ളത് നമുക്ക് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ആദ്യം പഠിച്ച് തീർക്കാനായിട്ടും നോക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണെന്ന് നോക്കാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് പറയുന്നില്ലെങ്കിൽ മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോകാം. അതുപോലെ ഈ സിലബസ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ICDS സൂപ്പർവൈസറിൻ്റെ നമ്മുടെ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ചാനലും അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ പൊതുവിജ്ഞാനം, ചരിത്രം. ആ ചരിത്രത്തിൽ തന്നെ 4 മാർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ചരിത്രത്തിൽ ഏതൊക്കെയുണ്ട്? കേരളത്തിൻ്റെ ചരിത്രം വരും, അതുപോലെ ഇന്ത്യയുടെ ചരിത്രം വരുന്നു, പിന്നെ ലോകത്തിൻ്റെ ചരിത്രം. അങ്ങനെ 3 രീതിയിലും വരുന്നു. ഇതിന് 3നും കൂടി ചേർന്നാണ് നമുക്ക് 4 മാർക്ക് വരുന്നത്. അടുത്തത് ഭൂമിശാസ്ത്രം, അതിന് 4 മാർക്കാണ്. ഈ ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, പിന്നെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം, കേരള ജോഗ്രഫി ഉണ്ട്. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നതാണ് ധനതത്വശാസ്ത്രം, എക്കണോമിക്സ്. അപ്പോൾ അതിൽ 4 മാർക്കാണ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടന, അതിനും 4 മാർക്കാണ് വരുന്നത്. കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, അതിന് 3 മാർക്ക്. കലാകായികം, സാഹിത്യം, സംസ്കാരം, അതിന് 4 മാർക്കാണ് വരുന്നത്. ഇപ്പോൾ കായികം, അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അതിലെല്ലാം കൂടി ചേർത്തിട്ടാണ് 4 മാർക്ക് വരുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്കിനും ഓരോ മാർക്ക് വീതം വരുന്ന പോലെ കൺസിഡർ ചെയ്യാം. ഇതിലൊക്കെ കുറച്ചും കൂടി കറണ്ട് അഫയേഴ്സ് അതിൽ മിക്സഡ് ആയിട്ട് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ, അടിസ്ഥാന വിവരങ്ങൾ, അതിന് 3 മാർക്കാണ്. ഈ 3 മാർക്കും മേടിക്കാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. സുപ്രധാന നിയമങ്ങൾ 4 മാർക്കാണ്. അപ്പോൾ ഈ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ, റൈറ്റ് ഓഫ് കൺസ്യൂമർ, ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വിമൻ, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ഇത്രയും നിയമങ്ങളാണ് പ്രധാനമായിട്ടും നോക്കി വെക്കേണ്ടത്. ഇനി ആനുകാലിക വിഷയങ്ങൾ 10 മാർക്ക് പറഞ്ഞു. ഇതിൽ ഈ പറഞ്ഞ സാഹിത്യവും സ്പോർട്സും എല്ലാം തന്നെ വരുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അവാർഡുകൾ ഒക്കെ ഈ ഒരു ആനുകാലിക വിഷയത്തിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ ഭരണ സംവിധാനത്തെ പറ്റിയും പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പറ്റിയും ഒക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പ്രീ പ്രൈമറി അധ്യാപനം, അതിനാണ് 40 മാർക്ക്. അതിൽ ആദ്യം തന്നെ വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ലക്ഷ്യങ്ങൾ, കാഴ്ചപ്പാടുകൾ. അപ്പോൾ പുരാതന വിദ്യാഭ്യാസം എങ്ങനെയാണ്, ആധുനിക വിദ്യാഭ്യാസ നയം എങ്ങനെയാണ്, അപ്പോൾ അതിനെ പറ്റിയൊക്കെ പറയുന്നു. പിന്നെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസമാണ് അടുത്തൊരു പ്രധാന ടോപ്പിക്ക്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്,
അതിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പറ്റിയും പാഠ്യപദ്ധതിയെ പറ്റിയും ഇതിൽ ഉള്ള പല ഏജൻസികളെ പറ്റിയും അനൗപചാരിക സംഘടനകളെ പറ്റിയും ഒക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയിൽ പങ്കുവഹിച്ച ഒരുപാട് പരിഷ്കർത്താക്കൾ, സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട്. പല പല വിദ്യാഭ്യാസ കമ്മീഷനുകൾ വന്നിട്ടുണ്ട്. പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ എന്താണ്, അതിൻ്റെ പ്രത്യേകതകളും പ്രീ സ്കൂൾ കുട്ടിയുടെ പ്രകൃതവും ഒക്കെ പഠിക്കേണ്ടതാണ്. പിന്നീട് വരുന്നത് ആരോഗ്യം. ഇപ്പം ഈ ഒരു കുട്ടികളുടെ ഇതിൽ തന്നെ വരുന്ന അർത്ഥവും വ്യാപ്തിയും, ജനസംഖ്യാവർദ്ധനവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം, ആരോഗ്യ സംരക്ഷണം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ഗർഭകാലം, മുലയൂട്ടൽ കാലം. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ICDS സൂപ്പർവൈസറിൻ്റെ പ്ലേലിസ്റ്റിലും അതുപോലെ തന്നെ ഇപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാമിനും ഒക്കെ വരുന്നതാണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള പ്ലേലിസ്റ്റിലും ICDS സൂപ്പർവൈസർ എക്സാമിൻ്റെ പ്ലേലിസ്റ്റിലും ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ലഭ്യമാണ്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് സന്ദർശിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. സമീകൃത ആഹാരം, പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം, ഭക്ഷണത്തിലെ മായം ചേർക്കൽ, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, ജീവിതശൈലി രോഗങ്ങൾ, പിന്നെ കുഞ്ഞിൻ്റെ ജനനം മുതൽ പ്രീ സ്കൂൾ കാലം വരെയുള്ള തൂക്കം, ഉയരം, മാനസിക വളർച്ച, അതിൻ്റെ ഒരു കണക്കാക്കലുണ്ട്. കുട്ടികളിൽ കാണുന്ന പ്രധാന രോഗങ്ങൾ, പ്രധാന വൈറ്റമിനുകൾ, അവയുടെ അപര്യാപ്തത രോഗങ്ങൾ, രോഗപ്രതിരോധം, പ്രധാന പ്രതിരോധ കുത്തിവയ്പ്പുകൾ, കുട്ടികളിൽ ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ, ജലജന്യം, വായുജന്യം, സമ്പർക്ക രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും, അപകടങ്ങളും പ്രഥമ ശുശ്രൂഷയും, പ്രഥമ ശുശ്രൂഷ കിറ്റിൻ്റെ ആവശ്യകത, ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ, ദത്തെടുക്കൽ പ്രക്രിയ, ആരോഗ്യ മേഖലയിലെ വിവിധ പ്രൊജക്റ്റുകൾ. ഇപ്പോൾ നിലവിലുള്ളത് ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, ഭിന്നശേഷിയുള്ളവരുടെ ആരോഗ്യ സംരക്ഷണം എങ്ങനെയാണ്. അടുത്തതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകളെല്ലാം പഠിക്കാനായിട്ട് നമുക്ക് ഈ പ്രധാനമായിട്ടും ICDS സൂപ്പർവൈസറിൻ്റെ ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, അതുപോലെ ഈ പ്രീ പ്രൈമറി ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ICDS സൂപ്പർവൈസറിൻ്റെ ചില റാങ്ക് ഫയലുകളുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്യാം. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പഠിക്കാനുള്ള സമയമുണ്ട്, അപ്പോൾ അത് പഠിച്ച് തീർക്കാനുള്ള സമയമുണ്ട്, അത് വാങ്ങിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാമിനുള്ള ബുക്കുകളാണെങ്കിൽ പോലും ഇതിന് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഒരു ബുക്ക് നമ്മൾ നേരത്തെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കണ്ടൻസ് ഒക്കെ കാണിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ചെയ്യാവുന്നതാണ്. വിവിധ മനഃശാസ്ത്ര ശാഖകൾ, മനഃശാസ്ത്ര പഠന രീതികൾ, ഉപാധികൾ, വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞർ, മനഃശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ, ശിശുക്കളുടെ മാനസികാരോഗ്യം, ശിശുവികാസ മേഖലകൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട ദേശീയ അന്തർദേശീയ സംഘടനകൾ, യുനെസ്കോ, യൂണിസെഫ് എന്നിവയൊക്കെ, കുട്ടികളിലെ അപസമായോജന പ്രശ്നങ്ങൾ, സമായോജന തന്ത്രങ്ങൾ, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ ഘടകങ്ങൾ, കുട്ടികളിൽ കാണുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ, കുട്ടികളുടെ ബഹുമുഖ ബുദ്ധി ഘടകങ്ങൾ, പ്രവർത്തനങ്ങൾ, വൈകാരിക ബുദ്ധി, ആത്മീയ ബുദ്ധി എന്നിവയുടെ ലക്ഷണങ്ങൾ, ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞർ, സംയോജിത വിദ്യാഭ്യാസം, ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം, ശാരീരികവും മാനസികവുമായ പരിമിതി ഉള്ളവരുടെ വിദ്യാഭ്യാസം, ബന്ധപ്പെട്ട നിയമങ്ങളും പരിരക്ഷകളും സ്ഥാപനങ്ങളും, സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ. കുറച്ച് മുമ്പ് നമ്മൾ ഓൾറെഡി നിയമങ്ങളെക്കുറിച്ച് പഠിച്ചു, അതിലും കുറച്ച് കവറാവും. സംരക്ഷണ കേന്ദ്രങ്ങൾ, ആധുനിക സംരക്ഷണ സംവിധാനങ്ങൾ. അടുത്ത ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ, ഗ്രാമസഭ, പൊതുജനാരോഗ്യ പ്രവർത്തനം, വിവിധ ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികൾ. അപ്പോൾ ഇതിനാണ് 20 മാർക്ക് നമ്മൾ പറഞ്ഞത്. ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പഠനം കണ്ടിന്യൂ ചെയ്യുക. പ്ലേലിസ്റ്റ് സന്ദർശിച്ച് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.